അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ നെക്സ്റ്റ് ടൂൾ പെൻ ടൂൾ. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാത്ത് ആൻഡ് ഷേപ്പ് ടൂൾസ് എന്തൊക്കെയാണെന്നാണ്. പാത്ത് ആൻഡ് ഷേപ്പ് ടൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂള് പെൻ ടൂളാണ്. ഇതിൽ ഈ കാണുന്നതാണ് പെൻ ടൂൾ. പെൻ ടൂൾ ആകെ ഒന്നേ ഉള്ളൂ, അതിൻ്റെ താഴെ കാണുന്നതൊക്കെ ഇതിൻ്റെ ഒരു വേരിയേഷനാണ്. അപ്പോൾ പെൻ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡോക്യുമെൻറ്റിൽ നമുക്ക് കസ്റ്റമായിട്ടുള്ളൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പെൻ ടൂൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നമുക്കിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എത്ര സൈഡുള്ള പോളിഗൺ വേണമെങ്കിലും വരയ്ക്കാനായിട്ട് സാധിക്കും. റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇത് പോളിഗൺ ലാസോ ടൂളിനോട് സിമിലർ ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ലാസോ ടൂളും ഇതും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. കാരണം ലാസോ ടൂൾ ഉപയോഗിക്കുന്നത് സെലക്ട് ചെയ്യാൻ മാത്രമാണ്, അതേസമയം ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ധാരാളം യൂസസ് ഉണ്ട്. മാത്രമല്ല പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസും വരയ്ക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിലോട്ടായിട്ട് രണ്ട് ആങ്കർ ഹാൻഡിൽസ് ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഹാൻഡിൽ വരുന്നതനുസരിച്ചാണ് കർവ് ഫോം ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് രണ്ടാമത് മറ്റൊരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലേക്ക് ഒരു കർവ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ മൂന്നാമതൊരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പോയിന്റിൽ നിന്ന് തേർഡ് പോയിന്റിലേക്ക് അടുത്ത കർവ് വരും. നമ്മൾ ആ പോയിന്റിൽ നിന്ന് മൗസ് ക്ലിക്ക് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൗസ് അവിടെ നിന്ന് മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ വരുന്ന ഹാൻഡിൽ മൂവ് ചെയ്യും. അതിനനുസരിച്ച് ഫോം ചെയ്തേക്കുന്ന കർവും വ്യത്യാസം വരും. അതിനുശേഷം നമുക്കൊരു പാത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ തിരിച്ച് മൗസ് പോയിന്റർ കൊണ്ടുവന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൗസ് പോയിന്റർ എത്തുമ്പോൾ ഒരു നിബിൻ്റെ പടമുള്ള ആ പോയിന്ററിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സർക്കിൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സർക്കിൾ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ്. ഇൻ കേസ് നമ്മൾ ഷേപ്പ് കംപ്ലീറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എൻഡിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും എന്നുള്ള രീതിയിൽ ഇമാജിനറി ആയി കൺസിഡർ ചെയ്തായിരിക്കും ഫോട്ടോഷോപ്പ് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും കർവാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. തൽക്കാലം ലാസ്റ്റ് ക്ലിക്ക് ചെയ്ത പോയിന്റ് ഞാൻ കൺട്രോൾ അടിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. അതിനുശേഷം ഓൾട്ട് ഞെക്കി പിടിച്ചിട്ട് മൗസ് നമ്മുടെ ലാസ്റ്റ് പോയിന്റിൻ്റെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ആ പെൻ ടൂളിൻ്റെ അടിയിൽ ഒരു ആംഗിൾ കൂടെ വരും. ആ ആംഗിൾ വന്നതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആങ്കർ പോയിന്റിലുള്ള ഒരു ഹാൻഡിൽ റിമൂവ് ആവും. അതിനർത്ഥം ഇനി നമ്മൾ അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക എന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് വീണ്ടും കർവ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് വിടാതെ ഡ്രാഗ് ചെയ്താൽ മതി. അങ്ങനെ ഏത് രീതിയിലുള്ള ഷേപ്പും നമുക്ക് ഈ ഒരു പെൻ ടൂൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോട്ടോഷോപ്പിലുള്ള ടൂൾസുകളിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് വേണ്ട ഒരു ടൂളാണ് ഈ പെൻ ടൂൾ. പെൻ ടൂൾ നമ്മൾ യൂസ് ചെയ്ത് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഷേപ്പും നമുക്കിത് വെച്ച് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല അഡോബി ഇല്ലുസ്ട്രേഷൻ പോലെയുള്ള ബാക്കി സോഫ്റ്റ്വെയർസിലും പെൻ ടൂൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം ഈ ഒരു ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ വെക്ടറായിട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നത്. തുടക്കത്തിൽ ഉപയോഗിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ടൂള് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്തിൽ പുതിയൊരു ആങ്കർ പോയിന്റ് എങ്ങനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരെണ്ണം എങ്ങനെ റിമൂവ് ചെയ്യും എന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ പെൻ ടൂൾ എടുത്തിട്ട് ഓൾറെഡി വരച്ച പാത്തിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ ആ മൗസ് പോയിന്ററിൻ്റെ അടിയിൽ ചെറിയൊരു പ്ലസ് സൈൻ വരികയും അത് വന്നതിന് ശേഷം നമ്മൾ ആ പാത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയൊരു ആങ്കർ പോയിന്റ് ക്രിയേറ്റ് ആവുകയും, അതേപോലെ തന്നെ ഓൾറെഡി ആങ്കർ പോയിന്റ് ഉള്ളിടത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കേഴ്സറിൻ്റെ അടിയിൽ ഒരു മൈനസ് സൈൻ വരികയും ആ ക്ലിക്ക് ചെയ്യുന്ന ആങ്കർ പോയിന്റ് റിമൂവ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഒരു ആങ്കർ പോയിന്റിന്റെ ഹാൻഡിലിൽ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാൻഡിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പാത്തിനെ നമുക്ക് എത്ര വേണമെങ്കിലും റീഷേപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ 3 ടൂളും ഈ ഒരു ലിസ്റ്റിലുണ്ട്. അതായത് ആഡ് ആങ്കർ പോയിന്റ് ടൂൾ, ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂൾ, അതേപോലെ ഓൾട്ട് ഞെക്കുമ്പോൾ വരുന്ന കൺവെർട്ട് പോയിന്റ് ടൂൾ. പെൻ ടൂളിൽ തന്നെ നമുക്ക് 2 വേരിയേഷൻസ് അവൈലബിൾ ആണ്. നമുക്കിനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഫ്രീ ഫോം പെൻ ടൂൾ. ശരിക്കും ഈ ടൂള് നോർമൽ ലാസോ ടൂൾ പോലെ തന്നെയാണ്. അതായത് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ആവശ്യമുള്ള പോർഷൻ മൗസ് കൊണ്ട് വരച്ച് അങ്ങനെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ഈ ക്രിയേറ്റ് ചെയ്ത് വന്ന പാത്തിൽ ഫോട്ടോഷോപ്പ് അതിൻ്റേതായ രീതിയിൽ ആവശ്യത്തിന് ആങ്കർ പോയിന്റ്സ് നൽകിയിട്ടുണ്ടാവും. നമുക്കത് സാധാരണ രീതിയിൽ ചെയ്യണ പോലെ തന്നെ റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും പറ്റും. അതിനുശേഷം വരുന്ന അടുത്ത പെൻ ടൂൾ വേരിയേഷനാണ് കർവേച്ചർ പെൻ ടൂൾ. ഇത് യൂസ് ചെയ്യുന്നത് കേർവ്ഡ് ലൈൻസ് ആയിട്ടുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമൽ പെൻ ടൂൾ പോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കേർവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മൾ കൊടുക്കുന്ന പോയിന്റിനനുസരിച്ച് ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ആ കേർവ് അവിടെ ഫോം ചെയ്യിക്കും. നമ്മൾ എത്ര പോയിന്റ് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഈ കേർവ്സ് വരിക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പെൻ ടൂളിൽ വരുന്നത്.